ഹായ് അസ്സാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കുട്ടി ആമസോൺ ഹോൾ വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടുനോക്കുക. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ വീഡിയോ കണ്ടുനോക്കുക. അപ്പോൾ ഇതാ ആദ്യത്തെ പ്രൊഡക്റ്റ് ഇതാണ് കേട്ടോ. ഇതൊരു ഓയിൽ ബോട്ടിലാണ്. ഇതുപോലെ ബ്രഷോട് കൂടിയിട്ട് വരുന്നൊരു ഓയിൽ ബോട്ടിലാണ്. ഇതിൻ്റെ ലിഡ് വരുന്നത് പ്ലാസ്റ്റിക് ആണ്. പിന്നെ ഇതിൻ്റെ ബോട്ടിൽ ഗ്ലാസ് ആണ്. പിന്നെ ഇതിൻ്റെ ബ്രഷും മൂടിയും കാര്യങ്ങളൊക്കെ സിലിക്കണാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ നെയ്യാക്കി വെക്കാൻ വേണ്ടിയിട്ടാണ് മേടിച്ചിട്ടുള്ളത്. നമുക്ക് ഏത് തരം ഓയിൽ വേണമെങ്കിലും ഇതിൽ സ്റ്റോർ ചെയ്തിട്ട് നമുക്ക് ദോശയൊക്കെ ചുടുമ്പോൾ ബ്രഷ് ചെയ്ത് കൊടുക്കാനൊക്കെ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ്. അടുത്തത് ഇതൊരു ഓയിൽ സ്പ്രേ ബോട്ടിലാണ് കേട്ടോ. ഇതും ഒരു ഗ്ലാസ് ബോട്ടിൽ തന്നെയാണ്. ഇത് ഞാൻ എയർ ഫ്രയറിലൊക്കെ ചിക്കനും മീനൊക്കെ നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ അതിൽക്കൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ മേടിച്ചതാണ്. ഇതും നമുക്ക് പല തരത്തിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇപ്പോൾ ദോശയൊക്കെ ചുടുന്ന സമയത്ത് ആ ദോശച്ചട്ടിക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാനും ഒക്കെ നല്ല യൂസ്ഫുള്ളാണ്. അടുത്തത് ഇതുപോലൊരു ഫ്ലവർ വേസ് ആണ് കേട്ടോ. ഇത് ഫ്ലവർ വേസും ഫ്ലവറും സെപ്പറേറ്റ് ആണ്. ഈ ഒരു ഫ്ലവർ ഞാൻ ഈ ഒരു പോട്ടിലേക്ക് വെക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ മേടിച്ചതാണ്. ഇതൊരു സെറാമിക്കിൻ്റെ വേസാണ് കേട്ടോ. ഒരു ഓഫ് വൈറ്റ് കളറാണ്. പിന്നെ ഒരു മാറ്റ് ഫിനിഷാണ്. ബോട്ടിലിൻ്റെ ആകൃതിയിൽ നല്ല ഭംഗിയുള്ളൊരു ഫ്ലവർ വേസാണ്. ഇത് കിച്ചണിൻ്റെ കൗണ്ടർ ടോപ്പിൽ വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അടുത്തത് ഇതുപോലൊരു കട്ടിംഗ് ബോർഡാണ് കേട്ടോ. ഇത് കട്ടിംഗ് ബോർഡല്ല, ഇത് നമ്മൾ കിച്ചണിലൊക്കെ ഒരു ഡെക്കറേറ്റീവായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു കട്ടിംഗ് ബോർഡാണ്. ഇത് നമുക്ക് കിച്ചണിൽ വാളിലൊക്കെ വേണമെങ്കിൽ ഹാങ് ചെയ്തിടാം, അല്ലെങ്കിൽ കൗണ്ടർ ടോപ്പിൽ വെക്കാം. കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ, ഒരു പിക്ചറും കാര്യങ്ങളും ഒക്കെ. അടുത്തത് ഒരു സെറാമിക് പ്ലേറ്റ്സ് ആണ്. ഇത് നമുക്ക് സ്നാക്കും കാര്യങ്ങളൊക്കെ സെർവ് ചെയ്യാം, അതുപോലെ ഉപ്പേരി കാര്യങ്ങളൊക്കെ സെർവ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി സെറാമിക് പ്ലേറ്റ്സ് ആണ്. ഇത് നെസ്റ്റാഷ്യ എന്നുള്ളൊരു ബ്രാൻഡിൻ്റെ ആണ് കേട്ടോ. അവരുടെ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല ഫിനിഷിങ്ങോട് കൂടിയിട്ടുള്ള നല്ല അടിപൊളി സെറാമിക് പ്രൊഡക്ട്സ് ആണ്. ഇതിൻ്റെ മുന്നേ ഞാനൊരു പ്ലേറ്റ് ഇവരുടെ അടുത്ത് നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നല്ല ഇഷ്ടമായപ്പോൾ പിന്നെയും നോക്കിയിട്ട് അങ്ങനെ മേടിച്ചതാണ്. ഇതിൻ്റെ പല പ്രിൻറ്റിലും ഇത് വരുന്നുണ്ട് കേട്ടോ, പല കളറിലും ഒക്കെ അവൈലബിൾ ആണ്. അടുത്തതും ഒരു ഫ്ലവർ വേസ് തന്നെയാണ്. ഇതൊരു ഗ്ലോസി ഫിനിഷിലാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ പുറത്തൊരു ലൈറ്റ് ബ്രൗൺ കളറിൽ ഇങ്ങനെ ഒരു ഡിസൈൻ വരുന്നുണ്ട്. പിന്നെ ഇതിൽ തന്നെ മേടിച്ചിട്ടുള്ളൊരു ആർട്ടിഫിഷ്യൽ ലീവ്സ് ആണ് കേട്ടോ. ഇത് വീഡിയോയിൽ കാണുന്ന പോലെയല്ലേ, നമ്മൾ നല്ലൊരു നാച്ചുറൽ ലുക്ക് ഉണ്ട് കേട്ടോ ഈ ഒരു ലീവ്സിന്. ഇത് ഡൈനിങ് ടേബിളുമ്മേൽ അങ്ങനെ വെക്കാൻ വേണ്ടിയിട്ട് മേടിച്ചതാണ്. അടുത്തത് ഒരു ബാംബു ട്രേ ആണ് കേട്ടോ. ഇതും നമുക്ക് ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് ഒരു പൊറോട്ടയും ചപ്പാത്തി അതുപോലെയുള്ളതൊക്കെ സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ഡൈനിങ് ടേബിളിലും അതുപോലെ കിച്ചണിലൊക്കെ ഒരു ഡെക്കറേറ്റീവ് ട്രേ ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റും. ഇതുപോലെ ഡൈനിങ് ടേബിളിലൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കുകയാണെങ്കിൽ നല്ല ഭംഗിയുണ്ടാവും കാണാൻ. അതുപോലെ കിച്ചണിൻ്റെ ഒരു കോർണറിൽ കുറച്ചധികം സാധനങ്ങൾ ഇതുപോലെ അറേഞ്ച് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് പറ്റും.
പിന്നെ അതാ ഈ ഒരു സോൾട്ട് ആൻഡ് പെപ്പറിൻ്റെ ഇതും ആമസോണിൽ നിന്ന് മേടിച്ചത് തന്നെയാണ്. ഇതും കാണാൻ നല്ല ക്യൂട്ടായിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ് കേട്ടോ. ഇതൊരു വുഡൻ ഹോൾഡർമേലാണ് ഈ ഒരു സാൾട്ട് ആൻഡ് പെപ്പർ കണ്ടെയ്നർ വരുന്നത്. സെറാമിക്കാണ്. ഇനിയിപ്പോൾ ഇതാ അടുത്തതൊരു പ്ലാൻ പോട്ടാണ്. ഇതും സെറാമിക് തന്നെ, ഉഗാവോ എന്നുള്ളൊരു ബ്രാൻഡിൻ്റെതാണ്. പിന്നെ ഇതിന്മേ പ്ലേറ്റ് ഇതുപോലെ അറ്റാച്ച് ചെയ്തിട്ട് വരുന്നുണ്ട്. അതുപോലെ ഡ്രെയിനേജ് ഹോളും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്. ഇതും ഒരു മാറ്റ് ഫിനിഷാണ് കേട്ടോ. അടുത്തത് ഒരു ഗ്ലാസ് ജഗ്ഗാണ് കേട്ടോ. ഇതൊരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡിലുള്ള ഒരു ഗ്ലാസ്സാണ്. പിന്നെ ഇതിൻ്റെ ലിഡ് സ്റ്റീലാണ്, അതുപോലെ ഹാൻഡിൽ ഗ്ലാസ്സാണ്. നല്ല ക്യൂട്ടായിട്ടുള്ള നല്ല ഭംഗിയുള്ളൊരു ജഗ്ഗാണ്. അപ്പോൾ പ്രൊഡക്ട്സൊക്കെ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണം. ഇഷ്ടമായിട്ട് നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.